അർജുൻ, നേരത്തെ തന്നെ ഉയർന്ന ഈ ആരോപണത്തിൽ CPM-ന്റെ പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവ് ഉദയഭാനു ഉന്നയിച്ച ഈ ആരോപണമാണ്. അതിനുശേഷമാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു പറയുന്നത്. NM രാജു പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഏത് രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടത്തി MP എന്നാണ് NM രാജുവിന്റെ ആരോപണം? വിനീത, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണമില്ല, തനിക്ക് തന്നെ പണം നൽകി സഹായിക്കണം എന്ന് ആന്റോ ആന്റണി NM രാജുവിനോട് പറയുന്നു. ആന്റോ ആന്റണിയുടെ ഭാര്യയടക്കം NM രാജുവിന്റെ വീട്ടിലെത്തി പണം ആവശ്യപ്പെടുന്നു. അതിനെ തുടർന്നാണ് 2 കോടി രൂപ അക്കൗണ്ട് വഴി തന്നെ ആന്റോ ആന്റണിക്ക് നൽകുകയും ചെയ്തത്. 2 മാസത്തിനുള്ളിൽ ഇത് തിരിച്ചു നൽകാം എന്നതായിരുന്നു വാഗ്ദാനം. അതായത് ബംഗളൂരുവിലെ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് പണം ലഭിക്കാനുണ്ട്, അത് ലഭിച്ചാൽ ഈ പണം തിരിച്ചു നൽകാം എന്നതായിരുന്നു വാഗ്ദാനം. പക്ഷേ 2 മാസം കഴിഞ്ഞു, അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു. അതിനിടയിലാണ് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുക്കുന്നത്. വലിയ തകർച്ചയിലേക്ക് ഈ സ്ഥാപനം പോവുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ പോലും NM രാജുവിന്റെ മകളടക്കം പോയി കെഞ്ചി പറഞ്ഞിട്ടും പണം നൽകിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആകെ പലതവണ പറഞ്ഞ ശേഷം 2 തവണയായി 20 ലക്ഷം രൂപ മാത്രമാണ് തനിക്ക് ലഭിച്ചത്. 2 കോടിയും അതിന്റെ പലിശയും ലഭിക്കേണ്ടതാണ്. പക്ഷേ അതിനുശേഷം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ പണം നൽകിയിട്ടില്ല. മാത്രവുമല്ല, ഈ സ്ഥാപനത്തിലെ നിക്ഷേപകരുടെ പണമാണ് താൻ നൽകിയത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ KP ഉദയഭാനു പറഞ്ഞതുപോലെ ഈ തന്ത്രി ഇത്തരത്തിൽ അവിടെ ആ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചു എന്നത് പൂർണ്ണമായും തള്ളുകയാണ് NM രാജു. അതായത് തനിക്ക് തന്ത്രിയെ പരിചയമില്ല, ഒരു തവണ പോലും താൻ നേരിട്ട് കണ്ടിട്ടില്ല, തൻ്റെ സ്ഥാപനത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നിക്ഷേപവുമില്ല. മാത്രവുമല്ല, SITയും അതോടൊപ്പം തന്നെ EDയും ക്രൈംബ്രാഞ്ചും ഒക്കെ ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചാണ് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പൂർണ്ണമായും തന്നെ താൻ പറയുകയും ചെയ്തതാണ്. പക്ഷേ ആന്റോ ആന്റണിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അദ്ദേഹം ശരിവെക്കുന്നുമുണ്ട്. അത് 2 കോടി രൂപ എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ശരി പ്രവീൺ, ഈ പണം തിരിച്ചു നൽകി എന്നാണ് ആന്റോ ആന്റണി പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്ന കണക്കുകൾ അത് വ്യക്തമാണോ അല്ലെങ്കിൽ കൃത്യമാണോ? ഈ രാജുവിന്റെ ആരോപണത്തെ പൂർണ്ണമായും തള്ളാൻ കഴിയുന്നുണ്ടോ ആന്റോ ആന്റണിക്ക്? വിനീത, NM രാജുവിന്റെ ഈ ഒരു ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ അല്പസമയം മുമ്പ് ആന്റോ ആന്റണി MP മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ച ഒരു ചോദ്യം, എത്ര തുക NM രാജുവിൽ നിന്ന് താങ്കൾ വാങ്ങി, എത്ര തുക തിരികെ കൊടുത്തു? ഈ 2 ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകരിൽ നിന്നും പ്രധാനമായി വന്നത്. പക്ഷേ അതിന് വ്യക്തതയുള്ള ഒരു ഉത്തരം പത്തനംതിട്ട MP ആന്റോ ആന്റണിക്ക് നൽകാൻ കഴിയുന്നില്ല. അദ്ദേഹം ഒറ്റ വാചകത്തിൽ അതിന് മറുപടി പറഞ്ഞു, NM രാജു എന്താണോ തനിക്ക് തന്നത് അത്രയും തുക തിരികെ നൽകി എന്നത് മാത്രമാണ്. അത് ചെക്കായിട്ടാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ എന്ന് ചോദിച്ചപ്പോൾ അതിനും തനിക്ക് ഓർമ്മയില്ല എന്ന മറുപടിയാണ് നൽകിയത്. അതായത് NM രാജു പറയുന്നുണ്ട് 2 കോടി രൂപയോളം കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ ആ 2 കോടി രൂപ എന്ന ഒരു സംഖ്യ ആണോ വാങ്ങിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യതയുള്ളൊരു മറുപടി പറയുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണോ തന്നത് അത് തിരികെ കൊടുത്തു. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് താൻ ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പണത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ സഹായങ്ങൾ വേണ്ടിവരും. ആ അർത്ഥത്തിലാണ് NM രാജുവിനെ സമീപിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം പണം തന്നത് എന്നാണ് താൻ കരുതിയതെന്ന് ആന്റോ ആന്റണി MP പറയുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ആ പണം തിരികെ ചോദിച്ചു. അപ്പോൾ വാങ്ങിയ പണം തിരികെ നൽകി എന്ന ഒരു വിശദീകരണം മാത്രമാണ് ആന്റോ ആന്റണി MP നൽകുന്നത്. എത്ര തുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ആന്റോ ആന്റണി MP വരുത്തുന്നില്ല. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ വേണമെങ്കിൽ തെളിവുകൾ NM രാജു ഹാജരാക്കട്ടെ എന്നൊരു വെല്ലുവിളി കൂടി ആന്റോ ആന്റണി MP നടത്തുന്നുണ്ട്. മാത്രവുമല്ല, ചില ആരോപണങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു. കോൺഗ്രസ് പാർട്ടി മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളും NM രാജുവിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ വൈരാഗ്യം തന്നോട് തീർക്കുകയാണ്. NM രാജു UDF-ലായിരുന്നപ്പോഴാണ് താൻ പണം വാങ്ങിയത്. ഇപ്പോൾ അദ്ദേഹം ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ആന്റോ ആന്റണി MP ഉയർത്തിയിട്ടുണ്ട്. വിനീത. ശരി, പ്രവീൺ പുരുഷോത്തമനും ഒപ്പം അർജുൻ മട്ടന്നൂരുമാണ് വിശദാംശങ്ങൾ നൽകി.